ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കൈൻഡ് വ്ളോഗ് പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം മൊത്തത്തിലല്ല കേട്ടോ, രാവിലെ മുതൽ ഒരു വൈകുന്നേരം ഒരു 5 മണി വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. കാരണം രാവിലെ മിക്കവാറും, അതായത് ഈ സമയം രാവിലെ മുതൽ ഒരു വൈകുന്നേരം 5 മണി വരെ ഞാൻ മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും എൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ ഉമ്മ ടീച്ചറാണ്. സോ രാവിലെ ഉമ്മ സ്കൂളിൽ പോകും, പിന്നെ ഉപ്പാക്ക് ഓഫീസുള്ളതുകൊണ്ട് ഉപ്പ ഓഫീസിൽ പോകും, പിന്നെ അനിയനും അനിയത്തിയും അവർക്ക് സ്കൂൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരും പോകും. പിന്നെ ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞ് വെറുതെ ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഞാൻ അധികം ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് പോലെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഫേസ് ക്ലെൻസ് ചെയ്യും. അപ്പോൾ ഞാൻ സെറ്റാപ്പിലിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. അതിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടോണർ യൂസ് ചെയ്യും, ഇത് ഗുഡ് വൈബ്സിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി അരച്ചിട്ട് കലക്കി പാരില്ല, നമ്മളിവിടെ വെള്ളയപ്പം എന്ന് പറയും, അതാണ്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, പൊതുവേ ഒരു താല്പര്യക്കുറവാണ് വെള്ളപ്പത്തിനോട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഒപ്പം, ചിക്കൻ കറി ഉണ്ട് വീട്ടിൽ, എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉള്ളി വെച്ചിട്ട് നമ്മൾ ഉള്ളിനെ വാട്ടിയെടുക്കില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള തൊലി കളയണം, തൊലി കളഞ്ഞിട്ട് ഇനി അത് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വാട്ടിയിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ കറിയിൽ നിന്നുള്ള ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ പിരിപിരി ആക്കിയിട്ടില്ലേ, അങ്ങനെ ജസ്റ്റ് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാന് ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നമുക്കൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും എന്നെ കണ്ട് അനുകരിക്കരുത് കേട്ടോ. കാരണം കുക്കിങ്ങിനെ കുറിച്ചിട്ട് യാതൊരു ABCD അറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കിച്ചണിൽ കയറാറില്ല, ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല. നമ്മൾ സാധാരണ പപ്പടം കാച്ചൽ, മുട്ട പൊരിക്കൽ, ചായ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞ വീട്ടിലാണെങ്കിലും അവിടെ കിച്ചണ് കൈകാര്യം ചെയ്യുന്നത് മദറിലോ ആണ്. സോ നമുക്ക് ഇതുവരെ സ്വന്തമായിട്ടും ഒന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കാറില്ല, ഒന്നും പഠിച്ച് വെച്ചിട്ടില്ല. ഉമ്മ പറയും എന്തെങ്കിലുമൊക്കെ പഠിച്ച് വെച്ചുകൊണ്ട് ആവശ്യം വരും, ആവശ്യ സമയത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ, പഠിച്ച് വെച്ചുകൊണ്ട് എന്ന് പറയും. പക്ഷേ എനിക്കതിനെ പഠിച്ച് വെക്കാനും താല്പര്യമില്ല. സോ അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. പിന്നെ എനിക്ക് എൻ്റെ തലയിൽ തോന്നിയ രീതിക്ക് ഓരോന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം നല്ലതിന് എന്നുള്ള ശുഭാപ്തി വിശ്വാസം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉപ്പ് കുറഞ്ഞാലോ മുളക് കൂടിയാലോ മല്ലി കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല, നമ്മൾ കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ കോഫി പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഫി ഇപ്പോൾ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് കോഫി ഉണ്ടാക്കാറ്, എല്ലാവരും ഇങ്ങനെ തന്നെയാണോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കോഫി ആയാൽ പോരെ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഉള്ളി, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വാട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ വെള്ളയപ്പത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ആ ഫില്ലിങ്സ് ഇങ്ങനെ വെച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ റോളാക്കിയെടുക്കുക, എന്നിട്ട് സന്തോഷമായിട്ടിരുന്ന് കഴിക്കുക. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ നടന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ടും അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളും എന്നെ പോലെ കുക്ക് ചെയ്യാൻ മടിയുള്ളവരാണോ അല്ലേ എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് എൻ്റെ അനിയത്തി ഉണ്ട്, അവൾക്ക് എന്നാൽ പിന്നെയും കുറച്ചൊക്കെ കുക്കിങ്ങിൽ ഭയങ്കര താല്പര്യം. അവൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് സുമീസ് കിച്ചണോ ഷാമീസ് കിച്ചണോ അങ്ങനെ ഏതൊക്കെയോ ചാനലുണ്ട്, അതൊക്കെ കണ്ടിട്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്, ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വാഷ് ചെയ്യാനുണ്ട്, ബെഡ്ഷീറ്റ് പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വാഷ് ചെയ്യാനുള്ളതെല്ലാം ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വാഷ് ചെയ്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ടൈം സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ഇതിലിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അപ്പോൾ അതുകൂടെ അങ്ങോട്ട് തീർപ്പാക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് 2-3 തവണ വെള്ളത്തിലൊക്കെ മുക്കിയെടുത്ത് ഇനി സ്പിന്ന് അടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്പിന്ന് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അയലിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടണം, ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ഇനി അത് നമുക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ എണീക്കുമ്പോൾ തന്നെ കുളിക്കണം, എന്നാൽ നമുക്ക് ആ ദിവസം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചറിയൊരു ക്ഷീണമായിരിക്കും, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ എണീറ്റ പാടെ തന്നെ കുളിക്കാറുമില്ല. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുഹർ നിസ്കരിക്കാണ്ട് ചെയ്യുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ട്, കുറച്ചധികം തന്നെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ പരിപാടികളിലാണ്. പിന്നെ ഈ പ്രിൻ്ററിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിലും ഇത് എപ്സൺ L31110 ആ ഒരു സീരീസിൽ വരുന്ന ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ് കേട്ടോ. ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് എൻ്റെ സ്വന്തം ഏണിങ്സ് കൊണ്ട് വാങ്ങിച്ച പ്രിൻ്ററാണ്. സോ ഞാനിതിനെ പൊന്നു പോലെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിൻ്ററിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാനിപ്പോൾ കളർ കോപ്പീസാണ് എടുക്കുന്നത്. കളർ കോപ്പീസ് അതുപോലെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പീസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അധികം ഫോട്ടോ പേപ്പറാണ് ഇതിൽ യൂസ് ചെയ്യാറുള്ളത്. 180 GSM ഫോട്ടോ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ അധികം പ്രിൻ്റ് ഔട്ട്സ് എടുക്കാറുള്ളത്. റയറായിട്ട് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് അധികം A4 പേപ്പേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് അഫിഡവിറ്റ്സ് കാര്യങ്ങളും അതൊക്കെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഞാനതിൽ കുറച്ച് പേപ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ പ്രിൻ്റ് ഔട്ട് അങ്ങനെ എടുത്തു പോകും, പിന്നെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടാകും, പിന്നെ എനിക്ക് അയ്യോ അതിൽ പേപ്പർ വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ പ്രിൻ്ററിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എല്ലാം പ്രിൻ്റ് എടുക്കുന്ന എല്ലാതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെ പ്രിൻ്റ് എടുക്കാനുള്ളതെന്ന് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപാടുണ്ട്, അപ്പോൾ അതൊന്നും ഫുള്ളൊന്നും നമുക്ക് കാണിക്കലെടുക്കില്ലല്ലോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഒരു 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണം. ഞാനിപ്പോൾ ഈ ഒരു സമയമായപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് ക്ഷണിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളച്ചോറും പിന്നെ മീൻ മത്തി പിന്നെ ചമ്മന്തി പിന്നെ നമ്മൾ വെണ്ടക്ക ഇങ്ങനെ വാട്ടിയിട്ട് വെണ്ടക്ക അച്ചാർ അങ്ങനെ പറയും ഇവിടെ, അത് പിന്നെ വെണ്ടക്കയുടെ കറി. അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മീഷോന്ന് കുറച്ച് കൊറിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ആദ്യം അൺബോക്സ് ചെയ്യുന്ന കൊറിയറിൽ എന്താ വെച്ചാൽ ഞാനൊരു ഫർ ക്ലോത്തിൻ്റെ ഒരു സ്ലിപ്പറാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ചെരുപ്പ് ഓർഡർ ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ഒന്നാമത് സൈസ് കറക്റ്റ് ആവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കി എങ്ങനെയാണ് നമ്മൾ സൈസ് മെഷർ ചെയ്യുക കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. പക്ഷെ എന്നാലും എടുക്കാൻ ഒരു പേടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുവരെ അങ്ങനെ എടുക്കാറില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കുറച്ചുകൂടെ ഒരു എസ്തറ്റിക് വൈബ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓർഡർ വിചാരിച്ച് ഞാൻ പേപ്പറും പെണ്ണൊക്കെ എടുത്തിട്ട് കല്ല് അളവൊക്കെ എടുത്തൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അതിന് എത്ര 270 രൂപ. ആ പ്രൈസ് എന്തായാലും വേർത്താണ്. പിന്നെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, ഒരു ക്യൂട്ടായിട്ടല്ലേ. പക്ഷേ കുറച്ചൊരു പൊടിക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട് ഇത്. ഇപ്പോൾ ഇത് റിട്ടേൺ അയച്ച് പിന്നെ ഒന്നും കൂടെ ഉള്ള സൈസിൽ ഓർഡർ ചെയ്യലൊക്കെ ടൈം എടുക്കും. എനിക്കത് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നമുക്ക് ഇട്ടിട്ട് അങ്ങനെ സൈസ് ഓക്കെ ആക്കി എടുക്കാൻ വിചാരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത കൊറിയർ ഞാൻ കുറച്ച് സോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോയിൽ തന്നെ. കുറച്ച് എസ്തറ്റിക് വൈബുള്ള സോക്സ്. ഇത് 5 എണ്ണം വരുന്ന അങ്ങനെ, അതായത് ഈ ഒരു കോംബോയിൽ 5 സോക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിന് 300 സംതിങ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു റേറ്റ്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. നിങ്ങളും എന്നെ പോലെ ഇത്തരം ടേസ്റ്റ് മൈൻഡൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടാം ഇതൊക്കെ. അപ്പോൾ ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കും. എനിക്ക് ഈ 5 സോക്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഇത് ഒന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും അങ്ങനത്തെ ഡിസൈൻസ് എന്തൊക്കെയാണ് ഒക്കെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സോക്സും. അപ്പോൾ ഇതിൽ 5 പെയർസാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ബെസ്റ്റ് ലവ് എന്ന് എഴുതിയിട്ടുള്ള 2 വൈറ്റിലും പിന്നെ ഒരു ലൈറ്റ് പേർപ്പിൾ കളറും പിന്നെ ഒന്ന് ബ്ലാക്ക്, ഇങ്ങനെ ബ്ലാക്ക് ഒരു ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ഒരു മിക്സ്ചർ അങ്ങനെ ഉണ്ടോ വരുന്നത്. അപ്പോൾ ഇത് ബെസ്റ്റ് ലവ് എന്ന് എഴുതിയിട്ടുള്ള ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. വൈറ്റ് രണ്ടൊക്കെ ഇഷ്ടമായി. പിന്നെ അതുപോലെ ആ പേർപ്പിളും. പിന്നെ എനിക്ക് ഇതിൽ ഈ ഒരു സോക്സിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതുമത്തെ ഈ ബ്ലാ എന്ന് എഴുതിയിട്ടുള്ള അതാണ് കേട്ടോ. അതിൻ്റെ സ്റ്റിക്കേഴ്സ് ഞാൻ സ്ക്രാപ്പ് ബുക്കിങ് ചെയ്യുമ്പോൾ ബ്ലാ എന്നുള്ളൊരു സ്റ്റിക്കറുണ്ട്, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ വൈറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ അല്ലേ. പിന്നെ അടുത്തത് വരുന്നത് ഈ ബ്ലാക്കാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഈ ഡിസൈൻ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതെന്താ എഴുതിയിട്ടുള്ളത് ക്രിസ്പ് എന്നോ എന്താ എഴുതിയിട്ടുള്ളത് അതന്നെ അല്ലേ, എനിക്ക് അത് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്നാലും കുഴപ്പമില്ല, ഓക്കെ. ഇനി അടുത്തത് അതൊക്കെ നല്ല ഇതുമേലേക്ക് ഈ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്.
നല്ല ഒരു പേർപ്പിൾ, ഒരു പാസ്റ്റൽ, അങ്ങനത്തെ ഒരു കളർ, പാസ്റ്റൽ കളേഴ്സിൻ്റെ ഫേവറേറ്റ് ആണ് എപ്പോഴും. ഇനി അടുത്തത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വാഷ് ബാഗ്. ഇതും എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു വാങ്ങിക്കണം, പക്ഷേ എൻ്റെ കയ്യിൽ എന്താ പറയുക, ഇതുപോലെ കോസ്മെറ്റിക്സ് ഇടാനുള്ളൊരു പൗച്ച് വേറെ ഉണ്ട് NYBയുടെ. പിന്നെ അതുപോലെ നമ്മൾ അതായത് ഇപ്പോൾ ഈ ക്ലെൻസർ, അങ്ങനെ നമ്മൾ ഫേസ് വാഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇടാനും വേറെ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിക്കണോ, വെറുതെ നമ്മൾ പൈസ കളയല്ലേ, അങ്ങനെ ഒരു തോന്നൽ ഇങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്കിത് വാങ്ങിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. സോ ഞാൻ ഒന്നും നോക്കില്ല, കണ്ണു പൂട്ടി വേഗം ഓർഡർ ചെയ്ത്. പിന്നെ അതുപോലെ ഈ ജാൻവരിക്ക് എന്താ പറയുക, ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കിടന്ന് ഓടിയിട്ടുള്ളൊരു മന്താണ്. അതായത് കുറേ ബിസി ആയിട്ടുള്ളൊരു മന്തായിട്ട് തോന്നി. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് വിഷ് ലിസ്റ്റിലുണ്ടായതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരുപാട് വിഷസ് മീൻസ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അങ്ങനത്തെ വിഷ് ലിസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു മന്താണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ജനുവരി കഴിയാനായി, എന്നാലും നല്ലൊരു മന്താണ് ഈ ജാനുവരി. എനിക്കിഷ്ടമായി. പിന്നെ എനിക്ക് കുറച്ച് അലക്കിയ ഡ്രസ്സുകളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇന്നലെ അലക്കിയിട്ടത്, അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പോൾ എന്നാൽ പിന്നെ അതുണ്ട് മടക്കി എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ അതിന് നിൽക്കണമല്ലോ, മറ്റേത് ഇനി അതുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇനി അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കൊറിയർ ചെയ്യാനുണ്ട്, ഒരു വർക്ക് ഞാൻ ചെയ്തത്. അപ്പോൾ ആ വർക്കിൻ്റെ കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളും കൂടെ പാക്ക് ചെയ്യൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കൊറിയർ ചെയ്യണം. അപ്പോൾ അപ്പോഴേക്ക് സമയം എന്തായാലും ഒരു 5 മണി 5:30 ആകും. 5 മണി 5:30 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹോം അലോൺ അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും ഓഫീസ് കഴിഞ്ഞിട്ടും സ്കൂൾ കഴിഞ്ഞിട്ടും എല്ലാവരും വീട്ടിലെത്തും. അപ്പോൾ പിന്നെ വീട്ടിലെല്ലാവരും ആകും. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്ക്. ഇതൊരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ, ഒരു സിമ്പിൾ ബർത്ത്ഡേ കാർഡ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇന്നലെ നൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ മോർണിംഗ്, ഞാൻ പൊതുവേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് രാവിലെ ആയിരിക്കും വർക്കുകൾ ചെയ്യുക. രാത്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്ലാരിറ്റിയിൽ അങ്ങോട്ട് വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒക്കെ രാവിലേക്ക് വേണ്ടിയിട്ട് മാറ്റും. പക്ഷെ പിന്നെ രാവിലെ കിടന്നിട്ട് ഒരു ഓട്ടമായിരിക്കും ഇതൊക്കെ കൂടെ ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇനി ഓർഡേഴ്സ് ഒന്നും എടുക്കുന്നില്ല എന്നുള്ളൊരു, അതായത് ജാനുവരിയോടെ ഓർഡേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഫെബ്രുവരി അതുപോലെ ബാക്കിയുള്ള മന്തിൽ ഞാൻ ചിലപ്പോൾ വർക്ക്സ് എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ വീഡിയോ നമുക്ക് ടൈമും ഇല്ല, പിന്നെ വെറുതെ അവിടെ ടൈം കളയേണ്ട വിചാരിച്ചിട്ട് ഞാൻ രാത്രി തന്നെ ചെയ്ത് വെച്ചു. വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ജസ്റ്റ് ഫോട്ടോസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ. അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബർത്ത്ഡേ കാർഡ്, ഒരു വലിയ ബർത്ത്ഡേ കാർഡ്, പിന്നെ ഒരു ചെറിയ ബർത്ത്ഡേ കാർഡ്. ഇത് ഞാൻ എടുക്കാനാവില്ല വിചാരിച്ചായിരുന്നു ഓർഡേഴ്സ്. കാരണം ജാനുവരിയിലേക്ക് അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലോസ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബിസി മന്ത് ആയിരുന്നു, പിന്നെ ക്ലോസ് ചെയ്ത് തരുന്നു. പിന്നെ ഈ കസ്റ്റമർ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് വർക്ക്, എങ്ങനെയും ചെയ്ത് തരുമെന്ന് പറഞ്ഞപ്പോഴേക്ക് അങ്ങനെ വർക്ക് നമുക്ക് ഓർഡർ വരുമ്പോൾ എടുക്കാതിരിക്കാൻ തന്നെ മനസ്സ് സമ്മതിക്കലട്ടെ. ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ചെയ്യണം. പക്ഷേ ഇത് തീരെയും കഴിയാത്തൊരു സമയമായതുകൊണ്ട് ഞാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ ആ കസ്റ്റമർ അങ്ങനെ കൂടെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വീണ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓർഡർ എടുക്കാം. അപ്പോൾ അങ്ങനെ ഓർഡർ എടുത്തു. അപ്പോൾ ഒരു ചെറിയൊരു ബർത്ത്ഡേ കാർഡും അതുപോലെ ഒരു വലിയ ബർത്ത്ഡേ കാർഡും. അപ്പോൾ ഞാനത് പാക്കേജിങ് കഴിഞ്ഞ് ഇനി ജസ്റ്റ് നമ്മൾ അതേ വെച്ചിട്ട് ബബിൾ റാപ്പ് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഡാമേജ് കാര്യങ്ങൾ വരില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഹണികോം പേപ്പർ വെക്കാൻ വിചാരിച്ചു. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സാധനം വെച്ചിട്ട് പാക്ക് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പാക്ക് ചെയ്ത് വിടാനും പറ്റും. സെല്ലോ ടൈപ്പൊന്നും ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടുന്നില്ല. ഞാൻ ഇത് വല്ലാണ്ട് യൂസ് ചെയ്യലില്ല, റയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കൊറിയർ പാക്കേജിങ്ങും കൂടെ ചെയ്തിട്ട് ഞാൻ DTDC വഴിയാണ് കേട്ടോ കൊറിയർ ചെയ്യാറുള്ളത്. DTDC പ്രൊഫഷണൽ കൊറിയർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പുതിയൊരു കൊറിയർ ഓഫീസുണ്ട്, ഒരു സ്പീഡ് സേഫ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അതിലും ചെയ്യും. പിന്നെ ഇന്ത്യൻ പോസ്റ്റും, ഇതൊക്കെയാണ് ഞാൻ അധികം കൊറിയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. കൊറിയർ പാക്ക് ചെയ്യാൻ ഞാനിപ്പോൾ ഓർഡർ ചെയ്യില്ലേ എന്തെങ്കിലുമൊക്കെ, ലൈക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, പേർപ്പിൾ അങ്ങനത്തെ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന അതിൻ്റെ കൊറിയർ കവേഴ്സ് ഞാൻ ഭദ്രമായിട്ട് എടുത്ത് വെക്കും. അതുപോലെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഇങ്ങനത്തെ ഹണികോം പേപ്പേഴ്സ് അല്ലെങ്കിൽ ബബിൾ റാപ്പ് അതൊക്കെ എടുത്ത് വെക്കും. പിന്നെ അതുതന്നെയാണ് ഞാനും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കാരണം നമുക്കത് റീയൂസ് ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ എന്തായാലും ഇത് ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്യും, ബ്രൗൺ സെല്ലോ ടാപ്പ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തതൊക്കെ എന്തായാലും കസ്റ്റമർ അത് കിട്ടിക്കഴിഞ്ഞാൽ ഔട്ടർ പാക്കേജിങ് എന്തായാലും അവർ വലിച്ച് കീറും. പിന്നെ ഉള്ളിലത്തെ നമ്മൾ നല്ലൊരു പാക്കേജിങ് ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ടുണ്ട് കാര്യം. ഒന്നാമത് നമുക്ക് വേസ്റ്റ് കുറക്കാൻ പറ്റും, പിന്നെ റീയൂസ് നടക്കും. പിന്നെ അതുപോലെ നമുക്കും എന്താ പറയുക, പാക്കേജിങ്ങിനായിട്ട് നമുക്കൊരു എക്സ്പെൻസ്, അതായത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഇങ്ങനത്തെ എല്ലാ പാക്ക് ചെയ്യലിനും ഇത് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഇങ്ങനത്തത് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്ത് നമ്മൾ ഇങ്ങനത്തത് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാകുക.
അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കറിയാലോ ഇങ്ങനെ ആരൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ എന്തോ വാങ്ങിച്ചതിൻ്റെ ഒരു കവറായിരുന്നു. എല്ലാം ഭദ്രമായിട്ട് എടുത്ത് വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യണതിൻ്റെ കുഴപ്പമില്ല. ഇനി ഇത് ഞാൻ ബ്രൗൺ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കും. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ അഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിന്മേൽ നമ്മൾ അഡ്രസ്സ് എഴുതുക, അതുപോലെ ഹാൻഡിൽ വിത്ത് കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ കൊറിയർ ചെയ്യാം. കൊറിയർ ചെയ്യാനൊക്കെ എന്നാലും ഇവിടുന്ന് ബസ് കയറിയിട്ട് പോകണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. അപ്പോൾ സമയം ഇപ്പോൾ എന്തായാലും ഒരു 4:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ ഹോം അലോൺ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.